നമസ്കാരം. കശ്മീരിൽ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം തുടർക്കഥയാവുകയാണ്. പാകിസ്ഥാന്റെ 10 മടങ്ങി പരാജയത്തിലേക്ക് പൂർണ്ണമായും കൂപ്പുകുത്താൻ ഇനി അധിക കാലം വേണ്ടിവരില്ല. കശ്മീരിൽ വമ്പൻ നീക്കങ്ങൾ തന്നെയാണ് അരങ്ങേറുന്നത്. ഇപ്പോഴത്തെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 റദ്ദാക്കി കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ മോദി സർക്കാരിന്റെ തീരുമാനത്തെ അംഗീകരിച്ച ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവ് പാകിസ്ഥാൻ നിരസിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതൊരു അന്ത്യമല്ല. പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുവാനായി ഈ നിരസിക്കലൊന്നും മതിയാവില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. 2023 ഡിസംബർ 11 മുൻ ഉത്തരവ് നിരസിച്ചതുപോലെ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവും നിരസിക്കുന്നുവെന്നാണ് പാകിസ്ഥാന്റെ വിശദീകരണം. ജമ്മു കശ്മീരിന്റെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട തർക്ക സ്വഭാവം അംഗീകരിക്കുന്നതിൽ 2 വിധികൾ പരാജയപ്പെടുന്നു. ഇന്ത്യൻ സുപ്രീം കോടതി വിധികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ തിരിക്കാനാവില്ല എന്നാണ് വിദേശകാര്യ വക്താവ് മുംതാസ് സഹ്റ ബലോച്ച് പറഞ്ഞത്. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രമേയങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോലെ കശ്മീരികൾക്ക് സ്വയം നിർണയത്തിനുള്ള അനിഷേധ്യമായ അവകാശമുണ്ടെന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട്. കശ്മീരികളുടെയും പാകിസ്ഥാന്റെയും തർക്കത്തിലുള്ള കക്ഷികളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി തർക്കപ്രദേശത്തിന്റെ പദവി സംബന്ധിച്ച് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ത്യക്ക് അവകാശമില്ല എന്നും പാകിസ്ഥാൻ പറയുന്നുണ്ട്. ബഹാമാസ്, ടൊബാഗോ, ജമൈക്ക, ബാർബഡോസ് എന്നിവയുടെ സമാനമായ പ്രഖ്യാപനത്തെ തുടർന്ന് അയർലൻഡ്, സ്പെയിൻ, നോർവേ എന്നിവ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള പ്രഖ്യാപനത്തെയും പാകിസ്ഥാൻ വക്താവ് സ്വാഗതം ചെയ്യുന്നുണ്ട്. പലസ്തീൻ ജനതയുടെ അവകാശത്തിനായുള്ള ദശാബ്ദങ്ങൾ പഴക്കമുള്ള അന്വേഷണത്തിലെ നാഴികക്കല്ലായി ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തു. ജമ്മു കശ്മീരിന് മേലുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ പരമാധികാരം പാകിസ്ഥാൻ അംഗീകരിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായ ഏതൊരു പ്രക്രിയയും നിയമപരമായ പ്രാധാന്യമില്ല എന്നും പാകിസ്ഥാൻ ഗീർവാണം മുഴക്കുന്നുണ്ട്. ആഭ്യന്തര നിയമനിർമ്മാണത്തിന്റെയും ജുഡീഷ്യൽ വിധികളുടെയും പേരിൽ ഇന്ത്യക്ക് അന്താരാഷ്ട്ര ബാധ്യതകളിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകില്ലെന്നും പാകിസ്ഥാൻ പറയുന്നുണ്ട്. ജമ്മു കശ്മീർ തർക്കത്തിന്റെ അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട തർക്ക സ്വഭാവം അംഗീകരിക്കുന്നതിൽ ഇന്ത്യൻ സുപ്രീം കോടതി വിധി പരാജയപ്പെടുന്നുവെന്നും അവർ പറയുന്നുണ്ട്. ജമ്മു കശ്മീരിലെ ജനങ്ങളുടെ സ്വയം നിർണയാവകാശം സാക്ഷാത്കരിക്കുന്നതിന് പാകിസ്ഥാൻ അതിന്റെ പൂർണ്ണ രാഷ്ട്രീയ നയതന്ത്ര ധാർമ്മിക പിന്തുണ നൽകുന്നത് തുടരുമെന്നാണ് വാദം. അതേസമയം പാകിസ്ഥാന്റെ ഈ പൊള്ളയായ വാദങ്ങളെ ഇന്ത്യ പുച്ഛത്തോടെയാണ് തള്ളിക്കളയുന്നത്. നമുക്കറിയാം, ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35A വർഷങ്ങളായിട്ട് ചർച്ചാ വിഷയമാണ്. ചരിത്രം പരിശോധിക്കുകയാണ് എങ്കിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലൂടെ ജമ്മു കശ്മീർ മേഖലയെ അസ്ഥിരപ്പെടുത്താനാണ് തുടക്കം മുതൽ പാകിസ്ഥാൻ ശ്രമിച്ചത്. 1947, 1965, 1971 എന്നിങ്ങനെ എല്ലാ യുദ്ധങ്ങളിലും പാകിസ്ഥാൻ കനത്ത നഷ്ടം നേരിട്ടിരുന്നു. ഈ സൈനിക ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ഇന്ത്യയുമായുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടൽ വിപരീത ഫലമുണ്ടാക്കുമെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കി. അങ്ങനെ പാകിസ്ഥാൻ തീവ്രത കുറഞ്ഞ യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ അവലംബിക്കുകയും 1980കളുടെ അവസാനത്തിൽ ജിഹാദിന്റെ പേരിൽ കശ്മീരിൽ വിഘടനവാദ തീവ്രവാദ കലാപം ആരംഭിക്കുകയും ചെയ്തു. ജമ്മു ആൻഡ് കശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന പേരിൽ കശ്മീരികളുടെ അതൃപ്തിയുള്ള ഒരു സംഘത്തിന്റെ നിലനിൽപ്പ് പാകിസ്ഥാൻ കലാപത്തിനായിട്ട് ഉപയോഗിച്ചു. കശ്മീരിൽ തീവ്രവാദം സംഘടിപ്പിക്കുകയും ജമ്മു കശ്മീരിന്റെ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുകയും ചെയ്ത JKLFന്റെ നേതാവായിരുന്നു യാസിൻ മാലിക്. എന്നാൽ പിന്നീട് യാസിൻ മാലിക് അക്രമത്തിന്റെ പാതയെ അപലപിക്കുകയും തർക്കം പരിഹരിക്കാൻ സമാധാന ചർച്ചകളിൽ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ സഹായത്തോടെ അതിർത്തിയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം താഴ്വരയിൽ ഹിസ്ബുൾ മുജാഹിദീൻ, ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹർകാത്ത് ഉൽ ജഹാദ് ഇസ്ലാമി തുടങ്ങിയ പുതിയ ഭീകര സംഘടനകൾ സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. താഴ്വരയിൽ ഈ ഭീകര സംഘടനകൾ സ്ഥാപിക്കപ്പെട്ടതിന്റെ ഫലമായി വംശീയ ഉന്മൂലനം നടന്നു. ഇത് നിരവധി കശ്മീരി പണ്ഡിറ്റുകളെ താഴ്വര വിട്ടുപോകാൻ നിർബന്ധിതരാക്കി. ഇത് താഴ്വരയിൽ ജനസംഖ്യാപരമായ മാറ്റത്തിനും കാരണമായി. ജമ്മു കശ്മീർ മേഖലയിലെ ഭീകര സംഘടനകൾക്ക് ധനസഹായവും പരിശീലനവും നൽകുന്നതിലും നേരിട്ടോ അല്ലാതെയോ പാകിസ്ഥാൻ ഇടപെടുന്നത് ഇന്ത്യയുടെ വലിയ ബാഹ്യ സുരക്ഷാ ഭീഷണിയായി മാറുകയും ഇന്ത്യ തക്കതായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പാക്-അധീന കശ്മീരിലെ ജനങ്ങൾ വലിയ ദുരന്തമാണ് നേരിട്ടത്. അതിന്റെ പ്രതിഷേധത്തിന്റെ അലയൊലികൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും സാധാരണക്കാരന്റെ ജനജീവിതത്തെ സുഗമമാക്കുവാൻ പാക് ഭരണകൂടം പരാജയപ്പെട്ടു എന്നത് തന്നെയാണ് അതിലൂടെ മനസ്സിലാക്കാനും സാധിക്കുന്നത്. പാക്-അധീന കശ്മീരിലെ ജനങ്ങളുടെ സുരക്ഷ അവർ ഇന്ത്യയിൽ ലയിക്കുന്ന കാലം അധികം വിദൂരമല്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.